Hey guys, welcome back to our channel. ഇന്ന് എന്ത് ജേണൽ ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പർപ്പിളിന്റെ ഈ പേപ്പർ കവർ കണ്ടത്. എന്നാ പിന്നെ ഒരു ജങ്ക് ജേണൽ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ജങ്ക് ജേണൽ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ഒരു ബുക്ക് എടുക്കാന്നാ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ജങ്ക് ജേണൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് പേജസ് ഒക്കെ കുറച്ച് ബൾക്കി ആയിട്ട് നിൽക്കുമല്ലോ. അപ്പൊ നമ്മൾ റിംഗ് ബൈൻഡർ ഉള്ള നോട്ട്ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേജസിന് കുറച്ചും കൂടെ സ്പേസ് കിട്ടും. അതേപോലെ തന്നെ ബൾക്കി ആയിട്ട് നിൽക്കെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ ജേണലിന് ഒരു സിമ്പിൾ ഫ്രണ്ട് പേജ് ഉണ്ടാക്കുവാണ്. കൂടുതൽ ഡെക്കറേറ്റ് ചെയ്ത് കൊളാക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഡെക്കറേറ്റീവ് പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തേ. ആ ഒരു പേജ് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിനടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അതെന്താ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പേപ്പർ കണ്ടത്. ഇതിൽ നമുക്ക് വെൽക്കം ടു ജങ്ക് ജേണൽന്നോ എന്തെങ്കിലുമൊക്കെ എഴുതാമല്ലോ. ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള പേപ്പേഴ്സിലൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റിക്കേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരൊറ്റ സ്റ്റിക്കർ മാത്രമാണ് ഞാൻ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഡെസ്ക് സെറ്റപ്പ് ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പം റൂമിൽ സ്പേസ് കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സാരമില്ല, ഇനി പതിയെ പതിയെ എല്ലാം ശരിയാക്കി ഞാൻ വിചാരിച്ച പോലെ ഒക്കെ ആക്കി കൊണ്ടുവരാം. ഇനി നമുക്ക് ആദ്യത്തെ ജേണൽ പേജ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഈ ഒരു പർപ്പിളിന്റെ പേപ്പർ കവർ ഉണ്ടായിരുന്നേ. എൻ്റെ ഫ്രണ്ട് കളയാൻ വെച്ചതായിരുന്നു ഇത്. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും അതെടുത്ത് മാറ്റി വെക്കും. കാരണം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ജേണലിങ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്യാലോ. ആദ്യം തന്നെ കവറിൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എങ്ങനെയാന്നൊക്കെ നോക്കി പേജിൽ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ആദ്യം ഈ ഡിസൈനുള്ള ഭാഗം പേജിന്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിരുന്നു. പക്ഷെ മുഴുവനായിട്ട് നേരെ ഒട്ടിച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് സൈഡ്സ് ഒന്ന് കൈകൊണ്ട് തന്നെ ചെറുതായി കീറി ഒരു റഫ് ലുക്ക് കൊടുത്തു. അതിനുശേഷം ഏത് സൈഡിൽ വെച്ചാലാണ് കൂടുതൽ ഭംഗിയെന്ന് കുറച്ചു നേരം നോക്കി ഒന്ന് രണ്ട് രീതിയിലൊക്കെ പ്ലേസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ സൈഡാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു കവറിൽ ഇങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള സ്കിൻ കെയർ മേക്കപ്പ് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. അത് ഓരോന്നായി കട്ട് ചെയ്തെടുത്തു. പിന്നെ പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ ഓരോന്നും ഓരോ സ്ഥലത്ത് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഈ ഒരു പേജിന്റെ സെന്ററിലായിട്ട് ആ ഒരു ബാർകോഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലെയായിട്ട് പർപ്പിൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോർഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനിടയിലായിട്ട് ടേക്ക് എ സ്റ്റെപ്പ് ടുവാർഡ്സ് എ ഗ്രീനർ ടുമോറോ എന്ന് പറയുന്ന ഒരു മെസ്സേജും കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് വെച്ച് നോക്കുകയാണ് ഇത് ഒട്ടിച്ചാൽ ഭംഗി ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ കുറച്ചെങ്കിലും ഇഷ്ടമായത് ഈ ഒരു വൈറ്റ് റോസ് ആയിരുന്നു. പക്ഷെ ഇതും ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നുണ്ടെങ്കിലും അവസാനം അത് എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ചെറിയ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റംസ് ഒക്കെ മേലെയും കൂടെ ഒട്ടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായെന്ന് എനിക്ക് പിന്നെ തോന്നിട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണേ. പിന്നെ ഞാൻ ചുമ്മാ ഈ സ്റ്റിക്കർ ബുക്ക് മറിച്ചപ്പോൾ ഈ ഒരു ഗേളിന്റെ സ്റ്റിക്കർ കണ്ടു. അപ്പോൾ പിന്നെ ഇതും കൂടെ ഒട്ടിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു കാണാനുണ്ടായിരുന്നേ. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ ചെയ്തു വന്നപ്പോൾ എന്തൊക്കെയോ ആയി, അതാണ് നടന്നത്. പക്ഷേ പ്രശ്നമില്ല, പ്രാക്ടീസ് മേക്സ് പ്രോഗ്രസ് എന്നാണല്ലോ. ആദ്യ ശ്രമത്തിൽ തന്നെ ആരും എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചെയ്ത് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ജേണൽ ഇതിലും നന്നായി ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇനിയും പുതിയ പുതിയ ജേണൽ ഐഡിയകളും ക്രിയേറ്റീവ് വീഡിയോകളും നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ ഐഡിയകളോ ഉണ്ടെങ്കിൽ കമന്റ് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.